പറഞ്ഞില്ലേ അവളിന്ന് വേറെ വൈബിൽ എഴുന്നേറ്റിരിക്കുന്നതെന്ന്. ഒക്കെ ഭ്രാന്തായി. എന്ത് വിധി. യോ ചാക്കോ ചിരിച്ചു നിന്ന് ചിരിച്ചേ. എന്ത് എന്തിട്ടാണ് അക്കി ഇങ്ങനെ പേരിപ്പിക്ക? ഓ എന്റെ പേടിയാ? ടൂമോടെ പാച്ചോ ലുലുല് പോയാ? ചാക്കോനെ കൊണ്ടുപോയില്ല? അമ്മേ അക്കി എങ്ങനെ പേടിപ്പിക്ക? അക്കി എങ്ങനെ പേടിപ്പിക്ക? ഓ എന്നെ തേക്കാണോ? കുളിക്കാണ് എങ്ങനെ പോപ്പിട്ട് കുളിക്ക? കിലി 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 കടോ കടോ ചാക്കോ ഓ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു 10:45 കേട്ടോ രാവിലെ. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു. ഇന്നിടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അല്ലെങ്കിൽ കറണ്ടൊക്കെ പോയാൽ വൈഫൈ പോയാൽ എനിക്ക് പ്രശ്നമാവും. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഇന്നലത്തെ മഴയിൽ ഞാൻ വിചാരിച്ചത് ഇന്ന് പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ക്ലാസ് ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഞാൻ കാണിക്കാം റോഡിൽ നല്ല വെള്ളമെന്ന് വെച്ചാൽ കണ്ടോ, അവിടെയൊക്കെ ഭയങ്കര വെള്ളമാണ്. ഇവിടെ ജുബി ചേച്ചിയുടെ മുറ്റത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കണ്ടോ. ആ ഒരു സൈഡ് വലിയൊരു വെള്ളക്കെട്ട് പോലെ നിൽക്കുകയാണ് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ കുറച്ച് ഡാഡി ഇറങ്ങുന്ന സമയത്ത് നല്ല മഴക്കാറായിരുന്നു. അപ്പം ഡാഡിയും ടിമ്പിളും പുറത്ത് പോയേക്കാണ്. താഴെയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. ചാക്കോച്ചനെ ഞാൻ പാലൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കാണ്. കാരണം എനിക്ക് തുണി അലക്കിയത് വിരിച്ചിടാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് അലക്കിയത് പോലും കട്ടിയുള്ളതൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഞാൻ ഓർത്ത് പക്ഷെ റൂമിൽ വെക്കാൻ പറ്റില്ല. ഇന്ന് ഫാൻ ഇട്ടൊന്ന് റെഡിയാക്കാമായിരുന്നു. തോമൻ്റെ യൂണിഫോം ഉണങ്ങിയാൽ മതി. അത്ര മാത്രമേ എനിക്ക് ആഗ്രഹങ്ങളുള്ളൂ. പിന്നെന്താണ്, ഇന്ന് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എനിക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കണം, ചോറ് വെക്കണം. കറി ഓൾറെഡി മമ്മി ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നേരത്തെ മുകളിൽ കയറും. കാരണം വന്നിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ച് പിടിച്ചിട്ട്, കാരണം മഴ ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചാക്കോച്ചിന് അങ്ങനെ കുളിപ്പിക്കാൻ പറ്റില്ല. തോമന് യൂസ്ഡ് ആണെങ്കിലും എന്ത് യൂസ്ഡ് ആണെങ്കിലും രാത്രി തണുത്ത വെള്ളത്തിൽ ഞാനിപ്പോൾ കുളിപ്പിക്കുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്ലാസ്കൊക്കെ അതായത് സ്ഥാനങ്ങളിലൊക്കെ വെച്ച് എനിക്ക് കുളിക്കാനുള്ള വെള്ളം സെറ്റ് ചെയ്ത്. കാരണം പിള്ളേരെ കുളിപ്പിച്ച വഴിക്ക് ഉടനെ ഞാൻ ഓൺ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോകും. പിന്നെ തോമു ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്താൽ തോമു ഉറങ്ങും. ചാക്കോച്ചിനെയാണ് കുറച്ച് ഉറക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽ. അവനെ ഉറക്കിയിട്ട് ഞാൻ കുളിച്ച് വോയിസ് ഓവർ എടുക്കാൻ പോയാൽ എനിക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു റൊട്ടീൻ എനിക്ക് ഓക്കെയാണ്. ഉച്ച തൊട്ട് രാത്രി വരെ എടുത്ത വീഡിയോയുടെ വോയിസ് ഓവർ രാത്രി കൊടുത്തിട്ട് രാവിലെ കുറച്ച് ക്ലിപ്പിങ്സ് അല്ലേ കാണുള്ളൂ. അത് വേഗം എനിക്ക് 2-3 മാക്സിമം 4 മിനിറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് വോയിസ് ഓവർ എടുത്ത് എൻ്റെ കാര്യം കഴിയും. പിന്നെ നമ്മൾ സ്നാക്സ് ബോക്സ് സീരീസ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ ചില ദിവസങ്ങളിൽ കുറേ സമയം എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സമയം ടാലിയാക്കണം. അതുകൊണ്ട് തന്നെ മാക്സിമം 10:30-ക്ക് മുമ്പ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനിടും. എന്തായാലും ഒരു മണിക്കൂർ ഗ്യാപ്പ് കിട്ടുമല്ലോ. അങ്ങനെ കാര്യങ്ങൾ. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെടിക്കൊക്കെ ഞാൻ ഇന്നലെ രാത്രി വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. നമ്മുടെ പച്ചപ്പുല്ല് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കതിന് വേറെയും കുറച്ച് ചെടികളിൽ ഒന്ന് വെച്ച് സെറ്റാക്കണം എന്നുണ്ട്. കാരണം വെട്ടിവിട്ടാലും കിളിർത്ത് വരുന്നുണ്ട്. സോ അതെനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എനിക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആവണം. ഈ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരും. ഒന്ന് മുഖം കഴുകണം നല്ലപോലെ, കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരികയാണ്. അപ്പോൾ അത് വന്നാൽ കാര്യമില്ല. വേഗം ചോറും അതൊക്കെ വെക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം വന്ന് ഉപ്പേരി വെക്കുന്നുണ്ട്. ചോറ് കുക്കറിൽ മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അപ്പോൾ വേഗം അതൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു. പക്ഷേ ഡോൺ ചേട്ടനൊന്നും തോമുവിനെ കൊണ്ടുവരാൻ വരാൻ ലേറ്റ് ആവും, അതുകൊണ്ട് എന്നോട് പോയി പിക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റെഡിയായിട്ട് നടന്ന് പോവാമെന്ന് വെച്ചു കേട്ടോ. ഇന്നൊരു വെറൈറ്റിക്ക് തോമുവിനെ പിക്ക് ചെയ്യാൻ പോണത് ഞാനാണ് കേട്ടോ. മരം വെട്ടുന്നത് സമയത്താണല്ലോ മഴയും കാറ്റും ഒക്കെ വരുന്നത്. അപ്പം വലിയ മരങ്ങളൊക്കെ ആൾക്കാർ വെട്ടിക്കളയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് മരം വെട്ടുന്ന ശബ്ദവും മഴയും ഒക്കെ ആയപ്പോൾ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലെ കൂടിയാണ് കേട്ടോ നമ്മൾ തോമുവിനെ പിക്ക് ചെയ്യാൻ പോവുക. വിടുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ഈ താറാക്കൂട്ടങ്ങളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ് വണ്ടിക്കാർ പിള്ളേരെ കൊണ്ട്, പാവം തോന്നിയിട്ടോ. അപ്പോൾ തോമു ശരിക്കും ഇന്ന് 10 മിനിറ്റ് ലേറ്റാണ്. ഞാൻ നടന്ന് ചെന്നപ്പോഴത്തേനും ലേറ്റായി. അപ്പോൾ ഈ തോമു ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തോമുവിൻ്റെ ക്ലാസ് ഇതേ കയറുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ 2 മാംമാരുണ്ട് കേട്ടോ. അവരാണ് അവനെ ടേക്ക് കെയർ ചെയ്യുക. അവനെ നല്ല എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുക. അങ്ങനെ ഇതേ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ നടന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വീടെത്തുന്നതിന് 2 വീട് മുമ്പ് ഡോൺ ചേട്ടൻ വന്നു. അപ്പോൾ ഇതേ തോമു സ്നാക്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ദേ ഡിമ്പിള് പാച്ചുവിനെ കൊണ്ട് ഹാപ്പി ഹിപ്പോയിൽ പോവുകയാണ്. അപ്പോൾ തോമുവിനെ കൊണ്ടുപോകാമെന്ന് ഡിമ്പിള് പറഞ്ഞു പോയി. അപ്പോൾ തോമു അത് കേൾക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ പോകണമെന്നുള്ള അങ്കായി. എന്നാൽ പിന്നെ പോയിട്ട് വായോ എന്ന് ഞാനും പറഞ്ഞു. എന്താകും ഏതാകും എന്നൊന്നും എനിക്കറിയില്ല. ടെൻഷൻ നല്ല രീതിക്കുണ്ട്. കാരണം ഈ പിള്ളേർ 2 പേരും കൂടെ കൂടിയാൽ നല്ല ജഗടയാണ്. ചില സമയം ചിലപ്പോൾ ഒന്നും മിണ്ടില്ലായിരിക്കും, മിണ്ടാണ്ട് വരും. ചില സമയത്ത് നല്ല അംഗമാവും കേട്ടോ. ഇനി ചാക്കോച്ചനുമായിട്ട് ഞാനിരിക്കും. ഇവിടെ ഈവനിങ് കുറച്ച് നേരത്തെ തുടങ്ങി, 6:15. ഇവിടെ ആരുമില്ല, ഞാനും ചാക്കോച്ചനും മാത്രമേ ഉള്ളൂ. ചാക്കോച്ചനവിടെ ചോറുണ്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കറുമുറ കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നീ കുറച്ച് ചോറുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവനും അതാണ് ഇഷ്ടം. ഞാൻ ഓർത്ത് രാത്രിത്തെ ചിക്കൻ കറിയും വെച്ച് വെക്കാം, നാളത്തെ മീൻ കറി. അപ്പം ഡിമ്പിൾ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറ്റണ പോലെ ആദ്യം എന്തായാലും ചിക്കൻ കറി വെച്ച് മാറ്റാം എന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം ചപ്പാത്തി കൊണ്ടുവരുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമല്ലോ. മമ്മി അക്കീടെ അവിടെ പോയതാണ്, ഉച്ചയ്ക്ക് പോയതാണ്. ഭക്ഷണം അവിടെയായിരുന്നു മമ്മിക്ക്. അക്കീനെ കാണാനായിട്ട് ഇനിയും 2-3 ദിവസം കഴിയുമ്പോൾ ഡയോൺ ചേട്ടൻ വരും നാട്ടിൽ. അപ്പം മമ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഡിന്നർ ആൻഡ് നാളത്തെ കറികളിലെ പ്രിപ്പറേഷൻ തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഓരോന്നും ചെയ്ത് സൈഡാക്കുകയാണ് കേട്ടോ. 7:15 ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്. അപ്പോൾ നമ്മുടെ കസ്തൂരിമാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി വേഗം പാത്രം കഴുകണം, അങ്ങനത്തെ കുറച്ച് ജോലികളുണ്ട് കേട്ടോ. ഇനി സമയം 7:45 കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞു, മീൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടോ. ഞാനും അടപ്പും എപ്പോഴും പ്രശ്നമാണ്. ബാക്കി തന്നെ ഈ ഒരു സാധനം കൊണ്ട് കുറേ കാര്യം ഈസിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് സ്റ്റൗവിൽ നോക്കുമ്പോൾ. ഹലോ, എന്താണ് കള്ളദൃശ്യം നോക്ക് നിങ്ങളുടെ ചാക്കോന്റെ? ഹായ്. ദമ്മേ, അക്കി എങ്ങനെ പേടിപ്പിക്കുക? ദമ്മേ, എനിക്ക് പേടിയാവുന്നു. അക്കി എങ്ങനെ പേടിപ്പിക്കുക? ബും. എന്തിട്ടാണ് അക്കി എങ്ങനെ പേടിപ്പിക്കുക? ഓ എന്ത് പേടിയാ? ടൂമോടെ പാച്ചോ ലുലുല് പോയാ? ചാക്കോനെ കൊണ്ടുപോയില്ല? അമ്മേ, അക്കി എങ്ങനെ പേടിപ്പിക്കുക? ഓ, എണ്ണ തേക്കാണോ? കുളിക്കാനോ? എങ്ങനെ പോപ്പിട്ട് കുളിക്കുക? കിലി 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 കടോ ചാക്കോ. ഓ എൻ്റെ അയ്യോ, ചാക്കോ എവിടെ? നിങ്ങളാരെല്ലാം ചാക്കോനെ കണ്ടോ? ചാക്കോ എവിടെയാ? ചാക്കോനെ കാണാൻ പറ്റണില്ലല്ലോ. ചാക്കോ എവിടെയാ? ഷോ, ചാക്കോനെ കാണാനില്ല. ചാക്കോച്ചൻ പോയി. ചാക്കോ അത് തുറന്നുള്ള കളി വേണ്ട കേട്ടോ. കൊക്കുണ്ട് അതിനകത്ത്.
എന്നിട്ടാ വേണ്ടേ? സ്പൂണാണോ വേണ്ടേ? എന്നാ കറി വെച്ച പോയിട്ട് ഇപ്പുറത്ത് വന്നെടുക്കട പൊട്ട. നിന്നെ പൊട്ടാന്ന് വിളിച്ച് ഞാൻ ചീത്ത കളിക്കേണ്ടി വരും. കത്തീശോ മാതാവേ. എന്നാ വാവ്, അത് വേണ്ട, താല്പര്യമില്ല. എന്നാ പോ. യാക്കി യാക്കി എങ്ങനെ ചാക്കോ? യാക്കി. എൻ്റെ ഡ്രസ്സിലങ്ങ് തുടച്ചു, എളുപ്പമായി. ബുദ്ധിയുണ്ട് കിടാവിന്. ഏ ഏ ഏ മീൻകറിയും കൂടെ ആയാൽ നമുക്ക് അടുക്കള വൈൻഡപ്പ് ചെയ്യാം. പാത്രം കഴുകണം കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി ഡിമ്പിൾ വരുമ്പം കൊണ്ടുവരണം അവർ. ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചു, വീഡിയോ അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ മോളെ നിനക്ക് വേറെ എവിടെയും പോകാൻ കണ്ടില്ലേന്ന്. കാരണം പിള്ളേരെ കൊണ്ട് റിലയൻസിലൊന്നും പോകാൻ കൊള്ളില്ല. ഇനി വരുമ്പോൾ ഡാഡിയുടെ ഒരു ലോട്ട് പരാതി കേൾക്കാം, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. കാരണം പാച്ചുവിനെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ തോമും അങ്ങനെ ഇപ്പം പുറത്ത് പോകാത്തതുകൊണ്ട് അറിയില്ല. വരുമ്പോൾ അറിയാം ബാക്കി. ഞാനങ്ങനെ തോമുവിനെ ഒറ്റയ്ക്ക് വിടില്ല. കാരണം അവന് കടയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പിക്കിയാണ്, അത് വേണം ഇത് വേണം. എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പേടിയുണ്ട്. ഡോൺചാനോടെ പോയാലും സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവും, മേടിക്കരുതെന്ന് പറഞ്ഞാൽ മേടിക്കില്ല. പക്ഷെ വേറൊരാളോട് പോകുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സംഭവം നമ്മുടെ വീട്ടുകാരോടെയാണ് പോകുന്നത്. എനിക്കെന്തോ അതൊരു ശരി, ചിലപ്പോൾ എൻ്റെ പൊട്ട തോട്ടായിരിക്കും, എനിക്കെന്തോ അതിഷ്ടമില്ല. മീൻസ് പുറത്ത് പോയി വാശി പിടിക്കണം. സംഭവം കൂടെ കൊണ്ടുപോകണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പോയി ശീലിച്ചാലേ അവർ പോവുള്ളൂ. ബട്ട് ഇൻ കേസ് ഇങ്ങനത്തെ വാശി പിടിക്കുമ്പോൾ അത് കൊണ്ടുപോകണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലരെ പൈസ കൃത്യമായ പൈസ കരുതി പോകണവർക്ക് ഇവരൊക്കെ വലിയ വലിയ സാധനങ്ങളാണ് കാണിക്കുക. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ തിരിച്ച് വരുന്ന വരെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ അങ്ങനെ ആരെടുത്തും തോമിനെ ആക്കിയിട്ട് പോകാൻ ശ്രമിക്കാം. ചാക്കോ ഇപ്പോൾ ചെറുതായത് കൊണ്ട് ചാക്കോനെ അക്കിയുടെ ആക്കിയിട്ട് പോകുന്നതല്ലാണ്ട് തോമുനെ ഞാൻ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹൃദയം സിനിമ ആദ്യമായിട്ട് ഞാനും ഡോൺ ചേട്ടനും സിനിമ കാണാൻ പോയതാണ് ഒറ്റയ്ക്ക്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ വന്നിട്ടുള്ള ആദ്യത്തെ സിനിമയും അതായിരിക്കും എൻ്റെ. ഓർക്കണില്ലടാ. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് സിനിമ കാണാൻ പോയെന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അന്ന് അവൻ എത്ര ഒരു വയസ്സാകണം. അപ്പോൾ വീഡിയോ കോൾ ഇത് കാണിച്ചു അവനെ. അതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വീഡിയോ കോൾ ഇത് കാണിച്ചപ്പം അവന് ഭയങ്കര സങ്കടമായി. കരച്ചിലും ബഹളവും ഒക്കെ തുടങ്ങി ആകെ പ്രശ്നമായി. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. അപ്പം ഒരു മണിക്ക് വരുമ്പോൾ അവർ 3 പേരും കൊച്ചിനെ കൊണ്ട് നടക്കുകയാണ്. അതോടെ ഞാൻ നിർത്തി, സിനിമ പോക്ക് നിർത്തി. പിന്നെയാണ് ഞങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാനും ഡോൺ ചേട്ടനുമായിട്ട് ഒരു മൂവി എൻ്റെ അറിവിൽ കുറവാണ്. എന്തോ സ്കിപ്പാഡ് വന്നോ? എന്തോ പുറ്റിയോ? ദേ വന്നു, ഡയന വന്നു. ചെന്ന് നോക്കിക്കേ ടി വിയിൽ എന്തിട്ടാന്ന്. ചാക്കോയ്ക്ക് ഇപ്പോൾ കാത്തുമൊക്കെ സ്റ്റോപ്പായി. ബ്ലിപ്പിയും ഡയനൻ റോമയാണ് കാണുന്നത്, ചേട്ടന്മാരെ കൂട്ട്. അവൻ അതിൻ്റെ ഒരു വേർഡ്സ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പൊങ്ങച്ചൻ പറയണതല്ല. തോമൂല ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു നോളജ് എന്ന് പറയുന്നത് അവന് ബ്ലിപ്പിയാണ് ബേസ്. സ്കൂളിലൊക്കെ പോണതിന് മുമ്പ് തന്നെ അവൻ ഇംഗ്ലീഷ് പറയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ബ്ലിപ്പി തീം വെക്കാൻ ഞാൻ അവൻ അത്രയും ബ്ലിപ്പി സ്നേഹിച്ചിരുന്നു. അവൻ്റെ സ്കില്ലും നമ്മുടെ സംഭവം പിള്ളേരെ കാർട്ടൂൺ കാണിക്കരുത്, TV കാണിക്കരുതെന്നൊക്കെ പറയുമെങ്കിലും നല്ല രീതിയിലും ഉണ്ട്. എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ അത് ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നല്ല കൊച്ചി TV ഒന്നും അവർ കാണില്ല. ഓഫാക്കാം, ഇനി ഇരുന്ന് പറ്റിപ്പോ. അടുപ്പേന്ന് മാറ്റി വെക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല ചോക്ക മീൻകറി അല്ല ചാക്കോ. നോ സ്പൂൺ കഴുകാണ്ടിട്ടാണ് കേട്ടോ, അതാണ് നക്കണത്. മാർ പോ. എനിക്ക് സ്പൂൺ നക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സെറ്റായി.
പാത്രങ്ങൾ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി. സാധനങ്ങളൊന്ന് കഴുകി വെക്കാം. ഇപ്പം ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കണം. ആദ്യം ഞാൻ ഫ്ലാസ്കിൽ നിറയ്ക്കാനുള്ള വെള്ളം ഇൻഡക്ഷനിൽ വെക്കും. അപ്പോൾ ഒരു റൗണ്ട് കഴുകി വരുമ്പോഴത്തേനും അത് റെഡിയാകും. ഞാൻ ആലോചിക്കുകയായിരുന്നു ലൈഫിൽ എന്തോരം പ്ലാനിങ്ങുകളപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടമില്ല. ഡോൺചാനൊന്നും നേരത്തെ വരുമായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഡോൺചാനൻ ഡാഡിനെ കുട്ടിയേ അല്ല. ഡാഡി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെവിടെ ഉണ്ടോ അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ നിൽക്കും, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഡോൺചാൻ അങ്ങനെ ശീലമില്ല. അപ്പോൾ അതുതന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യവുമില്ല. ഈവൻ കറിയുടെ ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാലും വേണ്ട വേണ്ട ഞാൻ കഴിക്കും, മീൻസ് ഫുഡ് ശരിക്കും കഴിക്കുമ്പോൾ കഴിച്ചോളാമെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മാറ്റി. ഞാൻ പറഞ്ഞു ഒരാൾ അത്രയും ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഇത് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിച്ചോട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് നേരത്തെ കാരണം. ഇപ്പോൾ ഓൾറെഡി 8 മണിയായി. ഞാൻ കാണുന്നൊരു പോരായ്മ അതാണ്. കുറച്ചുകൂടെ നേരത്തെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ്. കാരണം ഇനിയിപ്പോൾ വരുമ്പോൾ ഞാൻ 8:15 8:30 കൂട്ടി വന്ന് കുളിച്ച് ഫ്രഷായി വരും. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിപ്പോൾ എടുത്ത് പോകുമ്പോഴുള്ള യൂണിഫോം അയൺ ചെയ്ത് വെക്കണം. അവന് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. കുളിക്കാനുള്ള വെള്ളം പിടിച്ചു വെക്കണം 2 പേർക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവർ റൂമിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ കുളിപ്പിച്ച് ഡോൺചാനെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പോകും. ഞാൻ പറയും ഞാനൊരു ദിവസത്തിൽ റിലാക്സ്ഡ് ആയിട്ട് ബാത്റൂമിൽ പോകണ ഒരു സമയം എന്ന് പറയുന്നത് ഇവരെ ഡോൺചാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ആലോചിക്കായിരുന്നു. ഒരു ദിവസം മാക്സിമം 2 അല്ലെങ്കിൽ 3 ടൈംസ് ആയിരിക്കും ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ. കാരണം ഞാൻ ബാത്റൂമിൽ കയറിയ ചാക്കോച്ചനെ പ്രശ്നമാണ്. കൊട്ടി 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 കരഞ്ഞ് നിലവിളിക്കും. സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടൊരു ബാത്റൂമിൽ പോക്ക് എനിക്കില്ല. അപ്പം ഞാൻ മാക്സിമം നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ച് ബോഡി ഒന്ന് റിഫ്രഷ് ആവണമല്ലോ. പറഞ്ഞ പോലെ നമ്മളൊരു ദിവസം മൊത്തം സ്ട്രെയിൻ ചെയ്യുന്നതാണ്. സോ എന്നെ സംബന്ധിച്ച് ആ ഒരു ഹോട്ട് ബാത്ത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ പണ്ടൊന്നും എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നൊന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് രാത്രി ഒരു ചൂടുവെള്ളത്തിൽ കുളി നിർബന്ധമാണ്. അപ്പോഴാണ് എൻ്റെ ബോഡി എനിക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക. ഞാനിതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഫോൺ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അമ്മമാർ ലേറ്റായിട്ട് ഫോൺ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് അപ്പോഴാണ്. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി വോയിസ് ഓവർ കൊടുത്താലും ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു വരും. എങ്ങാനും ഡോൺചാട്ടൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം വർത്താനം പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഡോൺചാട്ടനും ഈ പറഞ്ഞ പോലെ ടയേർഡാണ്. രാവിലെ തൊട്ട് പുറത്ത് നടന്ന് വണ്ടി എടുക്കാൻ പോകണം, നോക്കാൻ പോകണം, വർക്ക്ഷോപ്പിൽ പോകണം. അങ്ങനെ ആളും ടയേർഡാണ്. നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം പറയും. ഈ കഴിഞ്ഞ് പോണ സമയങ്ങളൊന്നും നമുക്കിനി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. എല്ലാം ഉണ്ടാക്കി നേടി പിന്നെ നമ്മൾ അയ്യോ നമുക്ക് ആ ഒരു സമയത്ത് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും ഇപ്പം നമുക്ക് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞേ ക്വാളിറ്റി ടൈം എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ ഡോൺചാൻ അങ്ങനെയല്ല. ഭാര്യമാർക്ക് കുറേ ആഗ്രഹങ്ങൾ കാണും. എന്ന് വെച്ചാൽ ഡോൺചാൻ പൊട്ടയാന്നല്ല, വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്തേ ചട്ടുക കൊണ്ട് നടക്കുകയാണ്. ഹായ്, ദോശ ചുടുക, ദോശ ചുടുക. ഓ മൈ ഗോഡ്, ഡയന വന്നോ? ആ അടിക്കട തന്നെ അത് വെച്ചിട്ട്. അപ്പം ഞാൻ വേഗം പാത്രം കഴിഞ്ഞിട്ട് ഓൾറെഡി 8 മണിയായി. ഇനി വരിക ചപ്പാത്തി ചുടുക. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരെത്തി കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിങ്കും കൂടെ കഴുകണം. ആ ട്രേ എടുത്തൊന്ന് കഴുകും ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ. കാരണം സോപ്പ് അടിഞ്ഞിട്ട് പെട്ടെന്ന് ചെളിയാവും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അതും കൂടെ കഴിഞ്ഞ് എൻ്റെ പരിപാടി കഴിയാൻ പറ്റുമ്പോൾ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ചുട്ട് ഇവർ കുറച്ചുകൂടെ ലേറ്റായിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴിച്ച്, നിങ്ങൾക്കറിയാലോ മോളിൽ വന്നിട്ട് എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. പിള്ളേരെ കുളിപ്പിക്കണം. അപ്പോൾ ഇന്ന് 2 പേരും എൻ്റെ ഒപ്പം കയറി വന്നു. കാരണം തോന്നിന് ഉറക്കം വന്നിട്ട് വാശിയായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ 2 പേരെയും കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഡോൺചാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാനും കുളിച്ച് ഫ്രഷ് ആയിട്ടോ. അങ്ങനെ സിങ്കിന് ചുറ്റുപാടും കഴുകി വൃത്തിയാക്കി. എനിക്കത് ഭയങ്കര
നിർബന്ധമായിട്ടുള്ള 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാനത് കഴുകിയിരിക്കും. പിന്നെ മമ്മിയും മോനും കണ്ടാൽ പിന്നെ സാറ്റ് കളിയായി ബഹളമായി. പിന്നെ അവരുടെ ഒരു ലോകമാണ് കേട്ടോ. പിന്നെ പിള്ളേർ കൂടിയാൽ നല്ല സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുക, കഴിക്കുക, പോവുക. നല്ല വിശപ്പുണ്ട്, കാരണം 12:30ക്ക് ചോറുണ്ടതാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഭക്ഷണം വേഗം കഴിക്കണം. വേഗം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണം, പ്രാർത്ഥിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ചാക്കോച്ചനെ പറ്റിയ നാളെ അക്കിയുടെ അവിടെ വിടണമെന്നുണ്ട്, നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതേ നല്ല യമ്മി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ വെച്ചതാണെങ്കിലും കൊള്ളാമായിരുന്നു. അങ്ങനെ തോമൂനെ നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യൂണിഫോം, അവൻ്റെ ബാഗിൽ റീഡർ, ബോക്സ്, കല്ല് പെൻസില്, സ്ലേറ്റ് ഇതൊക്കെ എടുത്ത് രാത്രിയെ ഞാൻ വെക്കോട്ടോ. അല്ല രാവിലെ വലിയൊരു ജോലിയാണ്. സ്ലേറ്റ് തുടച്ച് ഡെയിലി കൊടുത്തു വിടേണ്ട ക്ലീൻ സ്ലേറ്റ് വേണം നമ്മൾ കൊടുത്തു വിടാനായിട്ട്. പിന്നെ അവന് ഇടാനുള്ള ചെരുപ്പടക്കം ഞാൻ അവിടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെക്കൂട്ടോ. ബെൽറ്റ്, ID കാർഡ്, ഇന്നേഴ്സ്, മറ്റേ ടിഫിൻ ബോക്സ്, പുതിയാനുള്ള തുണി, അങ്ങനെയൊക്കെ. ഒരു വേഗം കിടന്ന് ഉറങ്ങി കേട്ടോ. നെക്സ്റ്റ് മോർണിംഗ് രാവിലെ ഞാൻ കുറച്ച് 6:45 എഴുന്നേറ്റ് വന്നപ്പോൾ, കാരണം ഇന്ന് ബ്രെഡും സ്റ്റൂ ആയിരുന്നു. അപ്പോൾ സ്റ്റൂ ഉള്ള ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഡിമ്പിളാണ് വെക്കുക. അങ്ങനെ ഞാൻ പതുക്കെ കാപ്പിയൊക്കെ വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ഞാൻ ഓർത്തു അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. രാവിലെ അടിച്ചു വാരിയിട്ട് ആ പരിപാടി കഴിയും. എന്നിട്ട് വേഗം പോയി തോമുനെ എഴുന്നേൽപ്പിക്കണം. വെള്ളം എന്തായാലും ഇന്ന് ചൂടുവെള്ളം വരില്ല. അപ്പോൾ കെറ്റിലിൽ വെള്ളം രാവിലെ ഞാൻ എണീറ്റ വഴിക്ക് കെറ്റിലിൽ വെള്ളം വെച്ച് പ്ലഗ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. പോവുക, സ്വിച്ച് ഇടുക, കാര്യം കഴിയുക. അങ്ങനെ ഒരു ഇതിലാട്ടം ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ആ നേരത്ത് എടുത്തു വെക്കാത്ത ദിവസം എന്തെങ്കിലും തിക്കും തിരക്കുക, അല്ലെ പിള്ളേർ വഴക്ക്, അങ്ങനത്തെ പരിപാടികൾ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റാണ് അടുക്കളയിൽ വരിക. ആദ്യം സിറ്റ് ഔട്ട് അടിക്കും, ദെൻ ഹാൾ അടിക്കും, പിന്നെ ഡൈനിങ് ഏരിയ, കിച്ചൺ, പിന്നെ വർക്ക് ഏരിയ, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വേഗം അടിച്ചത് 8 മണിയായിട്ടുള്ള ക്ലോക്കിൽ 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ചാക്കോച്ചനും എഴുന്നേക്കാൻ ലേറ്റായി. വേറെ ഒന്നും കൊണ്ടല്ല, 5:30ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങും, കാര്യമായിട്ട് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഒരു 8-6 ആയപ്പോൾ ഞാൻ മോളി വന്ന് തോമുനെ എഴുന്നേൽപ്പിക്കാനാണ് വന്നത്. അപ്പോൾ തോമു മാത്രമേ അത് എഴുന്നേറ്റുള്ളൂ കേട്ടോ. പിന്നെ ചാക്കോ പതുക്കെ ഞാൻ അലക്സയിൽ പാട്ട് വെക്കും രാവിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോമു ചാക്കോച്ചനെ നോക്കിയിരിക്കുകയാണ്. അവൻ അങ്ങനെ അപൂർവമാണ് ഇങ്ങനെ വരിക രാവിലത്തെ സീൻസ്. അപ്പോൾ അവനെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുകയാണ്, കയ്യിലൊക്കെ ഉമ്മ കൊടുത്ത്. ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ചാക്കോച്ചന് വേണ്ടിയ ബെസ്റ്റ് ബ്രദറാണ് തോമുക്കുട്ടൻ എന്ന് പറയും കേട്ടോ. ഒരു ശല്യം ഇല്ലാണ്ട് അവൻ ജീവിക്കുന്നത് അവൻ പാവമായതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്താണ്, ഇനിയിപ്പോൾ ഇവരെ ഒരുക്കുക, സ്കൂളിൽ വിടുക, നമ്മളല്ലേ എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി വേഗം കുളിപ്പിച്ച് ഒരുക്കി വിടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ. അപ്പോഴത്തേനും ചാക്കോ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു സീൻ വോയിസ് കൊടുത്ത് അവരുടെ ഓൺ വോയിസിൽ ഇടേണ്ടതാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ അലക്സയിൽ പാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ വിട്ടുപോയി. ആക്ച്വലി അന്ന് സ്റ്റോപ്പ് പറഞ്ഞിരുന്ന അലക്സ നിർത്തിയേനെ. അങ്ങനെ ഇനി കുറച്ച് നേരം കൊഞ്ചലും, നമ്മുടെ എല്ലാ മക്കൾക്കും ഉള്ള പോലെ തന്നെ കുറച്ച് കൊഞ്ചലും ഞെരങ്ങലും ഒക്കെ കാണും. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയൊക്കെ ചെയ്യും. അങ്ങനെ എന്താണ്, കുറേ പേര് പറഞ്ഞു ചാക്കോച്ചനെയും പിള്ളേരെ കൂടുതലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാണ് അവരുടെ ഒരു വീഡിയോയും കാര്യമായിട്ട് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുന്നേച്ചാൽ നമ്മുടെ അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള കുട്ടിയാണ് കേട്ടോ. അതിപ്പോൾ എന്നെന്ന് മാത്രമല്ല, ഡോൺ ചേട്ടനെ കണ്ടാൽ ഡോൺ ചേട്ടൻ, ഡാഡിനെ കണ്ടാൽ ഡാഡി, മമ്മീനെ കണ്ടാൽ മമ്മി, അല്ലെങ്കിൽ ഡിമ്പിൾ. ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് ഗുഡ് മോർണിംഗ്, അവൻ്റെ ഭാഷയിൽ അവൻ ഗുഡ് മോർണിംഗ് എന്നല്ല പറയാം, ഗുഡ് മോർണിംഗ്. അവൻ്റെ പ്രായത്തിലുള്ളത് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ വർത്തമാനങ്ങൾ കൂടുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോമുന് രാവിലെ എഴുന്നേറ്റപ്പം ഇന്നലെ അവർ തിരിച്ചൊന്ന് പക്കീൻ്റെ അവിടെ കയറിയിട്ടാണ് കേട്ടോ വന്നത്. പക്കീൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. എനിക്ക് അക്കിയുടെ വീട്ടിൽ പോകണം, എന്നെ അക്കിയുടെ വീട്ടിൽ കൊണ്ടാക്കുക, എനിക്ക് സ്കൂളിൽ പോകണ്ട, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് വായോ, നാളെയും മറ്റന്നാളൊക്കെ അവധിയാണ്, അപ്പോൾ പോവാമെന്ന്. അപ്പോൾ പറഞ്ഞു അമ്മ വിടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയാൽ അടങ്ങിയിരിക്കില്ല, അതുകൊണ്ടാണ് വിടാത്തത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിന്നെ ശനിയാഴ്ച ആകുമ്പോൾ സുഖമായിട്ട് അവിടെ വിടാം, അവിടെ മിണ്ടാണ്ടിരിക്കുക, അവിടെ ആരും ശല്യത്തിന് വരില്ല, നിനക്ക് സുഖമായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞുള്ളതല്ല, അക്കിയുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു ചേട്ടൻ്റെ ബാഗ് ഇട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോൺ ചേട്ടനോട് പറയാം താൻ എവിടെയെങ്കിലും കൊണ്ട് അവനെ സ്കൂളിൽ ചേർത്ത്, കാരണം അവൻ അത്രയ്ക്കും എക്സൈറ്റഡ് ആണ്. മേ ബി അവർ പോണ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, അവനും പോകാൻ ഭയങ്കര ഇഷ്ടം. സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഇഷ്ടം കാണുമെന്നുള്ളത് വേറെ കാര്യം.
എനിവേ ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓരോരുത്തരെയും പോയി കാണിച്ചുകൊണ്ടിരിക്കും, ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തോമുൻ്റെ ബാഗ് അവന് പറ്റിയ ബാഗാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും കാറിൽ കയറി ഇരിക്കുകയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ തോമു ദേ റെഡി ആയിട്ട് കാറിൽ കയറി ഇരിപ്പുണ്ട്. ചാക്കോച്ചനെ ഇനി കാറിൽ നിന്ന് ഇറക്കണം. അപ്പം ഡോൺ ചേട്ടൻ ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞു ആദ്യം അവനെ കൊണ്ട് വിട്ടിട്ട് പോയ കറി വെക്കേണ്ട മീൻസ് പാൽ ഒഴിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ലേറ്റ് ആവും, 8:50 അവർക്ക് ലാസ്റ്റ് ബെല്ല്. അപ്പം ഞാൻ പറഞ്ഞു അതുവരെ നിൽക്കണ്ട, കൊണ്ട് വിട്ടിട്ട് കഴിച്ചിട്ട് പോക്കോ. ഞാൻ ഡോൺ ചേട്ടനോട് ഇന്നും പറഞ്ഞു വെറുതെ ഇത്രയും നേരത്തെ പോവല്ലേ, കുറച്ച് ലേറ്റായിട്ട് പോവോ എന്ന് പറഞ്ഞു. അപ്പം തലയായിട്ട് ഇങ്ങനെ കേൾക്കും കേട്ടോ, മിണ്ടില്ല, തിരിച്ചൊന്നും പറയില്ല. ദേഷ്യമുള്ള കാര്യമാണെങ്കിൽ ഒന്ന് നമ്മളെ വീർപ്പിച്ച് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ തോമുചാട്ടനെ യാത്രയാക്കാൻ നിൽക്കുകയാണ് നമ്മുടെ പാച്ചുക്കുട്ടൻ. അതിൻ്റെ ഒപ്പം പറയും എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ബെറ്ററായിട്ടാണ്, ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ പോകണം, കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഇനി ചേട്ടൻ്റെയും പെങ്ങളുടെ ഒരു സ്നേഹപ്രകടനം കാണാം. ജെല്ല് തേക്കാൻ പോവാന്ന്. മനുഷ്യന് വല്ല കുലുക്കുണ്ടോ നോക്ക്. ജസ്റ്റ് ഒരു പഴം ഫേഷ്യൽ വരുന്നുണ്ടോ? എന്തിയോള് പാവം. വന്നില്ലേ ഇവള്? കുറെ നേരെ മനുഷ്യ ഫോണും കൊണ്ട് കാത്തിരിക്കണോ? എവിടെ ഷോയേ? ഒന്നും കൂടെ കുളിക്കേണ്ടി വരുമോ മോനെ? ഇതൊന്നും കൂടെ കുളിക്കേണ്ട അവസ്ഥയായി. ഓ താനിങ്ങനെ പോയാ നല്ല രസമുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ അവളിന്ന് വേറെ വൈബിലാണ് എഴുന്നേറ്റിരിക്കുന്നതെന്ന്. ഒക്കെ ഭ്രാന്തായി. ഇങ്ങനെ തന്നെ കണ്ടിട്ട് ഞാൻ കേട്ടത് പോലും ഇല്ലേ. അവള് വേറെ വൈബിലാടോണോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടാണ്ടിരുന്ന പോലായിരുന്നു. എടുത്താല നോക്ക്. ഇനി എന്താ ചെയ്യാ? വേഗം ചെയ്യുക, സെറ്റ് ആവില്ല. അല്ലെങ്കിൽ കല്ല് പോലെ ആവും അതിപ്പോ. ഏത് ജീപ്പ്? മമ്മി ഡാഡിയുടെ ഡാഡി മമ്മിയുടെ റൂമിൽ നിന്ന് ബ്രഷ് എടുത്ത് തരുമോ? ഞാൻ പോയാൽ ചിലപ്പോൾ മമ്മി എണ്ണിക്കും, അതുകൊണ്ടാ. അവളെ തന്നെ ഞങ്ങളിവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യും. നോക്ക എന്റെ പരട്ടത്തല. നോക്കുമ്പോ എന്റെ തല. എന്ത് വിധി. തന്റെ ചേട്ടൻ ഞാൻ എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കൊരു വീഡിയോ അയച്ചായിരുന്നു, കണ്ടായിരുന്നോ? അങ്ങനെ അതെ ഡോൺ ചേട്ടനും ഭക്ഷണം കഴിച്ചിട്ട് പോവാണ് കേട്ടോ. ലേറ്റ് ആയെന്നും പറഞ്ഞിട്ട് പോവാണ്. ലേറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. 9:15 ആവണേ ഉള്ളൂ. ഇപ്പോൾ ആശാന നേരത്തെ പോയിട്ട് ഇപ്പം നൈസായിട്ട് മുങ്ങൂട്ടാ. അപ്പം ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്, നേരത്തെ പോവും. ഇപ്പോൾ തോമിൻ്റെ കൂടെ പോകണമെങ്കിൽ 8:40 അല്ലെങ്കിൽ 8:45 ആകുമ്പോൾ ഡോൺ ചേട്ടൻ പോവും. രാത്രി 8:30 ആകുമ്പോഴാണ് വരുന്നത്. അപ്പം ടൈം വളരെ കുറവാണ്. ഡോൺ ചേട്ടനും ക്ഷീണമാണ്. ഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് വിശക്കാന്നാണ് ആശാൻ പറയണത്. ഞാൻ പറഞ്ഞു അവനെ കൊണ്ട് വിട്ടിട്ട് ഇവിടെ വന്നിരുന്നൊരു 10 മണിയാകുമ്പം പോവാം. ഇവിടെ ആരോട് പറയാൻ. അങ്ങനെ ദേ ഡോൺ ചേട്ടനെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി പാത്രം കഴുകിയില്ല കേട്ടോ. ഒന്നെങ്കിൽ ഡിമ്പിൾ കഴുകും അല്ലെങ്കിൽ ഞാൻ കഴുകും, അങ്ങനെയാണ്. കൊറിയർ പാക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്.
അപ്പോൾ അതേ ആ സമയം കൊണ്ട് പാച്ചുക്കുട്ടൻ റെഡി ആയിരുന്നു. യോഗ ഡേ ആണല്ലോ, അപ്പോൾ അവർക്കിന്ന് യോഗയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇന്ന് കുറേ യോഗകൾ കാണാം നമുക്ക്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുടെ ഫോട്ടോസ്. പിള്ളേരുടെ നല്ല വലിയവരുടെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കാനായിട്ട്. അങ്ങനെ അവരെ അവനെ കൊണ്ട് പിടിച്ച് നിർത്തിയപ്പോൾ ചാക്കോയും വന്ന് നിന്നു. ചാക്കോയ്ക്ക് പിന്നെ പേപ്പറിൻ്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണിപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാച്ചുവും അപ്പാപ്പൻ്റെ കൂടെ ഇന്ന് സ്കൂട്ടറിലാണ് കേട്ടോ പോണത്, കാറിലല്ല. ഇന്ന് ചെറിയൊരു വെയിൽ മയമുണ്ട്. എത്ര നേരത്തേക്കാണെന്ന് ദൈവം തമ്പുരാനും അറിയാം. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോളി വന്നിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10:30 ഇന്നലെ ശരിക്കും പിള്ളേരുടെ സെക്ഷന് ഒന്ന് മ്യൂട്ടായി പോയി അറിയാണ്ട്. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിലേ ഇന്നലത്തെ വീഡിയോയ്ക്ക് വന്നു കേട്ടോ. അങ്ങനെ ചാക്കോ നിങ്ങൾ മമ്മിയുടെ വീഡിയോ കാണുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. അമ്മാമ്മയും മോനും പ്രാർത്ഥിച്ചിട്ട് ഇനിയിപ്പോൾ അവനാ തിരി ഊതണം. അങ്ങനെയാണ് കത്തിച്ച് വെച്ചാൽ അത് അവിടെ ഇങ്ങനെ ഉരുകും ചില സമയങ്ങളിൽ കാറ്റൊക്കെ അടിച്ചാലേ. അങ്ങനെ ഞാൻ വേഗം വോയിസ് ഓവർ കൊടുക്കാൻ മോളി വന്നു. ഇനിയിപ്പം റൂമൊന്ന് ഒതുക്കണം, താഴെ പോകണം, ചാക്കുവല്ലി ചൊറിഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. വാട്സപ്പ് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.